ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗൾഫ് മേഖലയിൽ ആശങ്ക തുടരുന്നു. വിമാന സർവീസുകൾ ഭൂരിഭാഗവും മുടങ്ങി. തൃശൂർ ജില്ലയുടെ പുതിയ കളക്ടറായി ശിഖ സുരേന്ദ്രൻ ചുമതലയേറ്റു. കളക്ടർ അർജുൻ പാണ്ഡ്യനെ സ്ഥലം മാറ്റിയതിൽ രൂക്ഷ വിമർശനവുമായി സമൂഹമാധ്യമങ്ങൾ. ടോൾ പിരിവ് വിഷയത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങാത്തതാണ് സ്ഥലം മാറ്റത്തിന് കാരണമെന്നും വിമർശനം. നെല്ല് സംഭരണം തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നെല്ല് സംഭരണത്തിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ മുടന്തൻ ന്യായങ്ങളാണെന്ന് കേരള കർഷക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ പനോളി. വിശദമായ വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യയിൽ സംഘർഷം 3-ാം ദിവസത്തിലേക്ക് കടന്നതോടെ ഗൾഫ് മേഖലയിൽ ആശങ്ക. യുദ്ധം ആഴ്ചകൾ നീണ്ടേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനു നേരെ ആക്രമണം കടുപ്പിക്കുമെന്ന് അമേരിക്കയും ഇസ്രായേലും വ്യക്തമാക്കി. അതേസമയം ഇറാൻ പ്രത്യാക്രമണം തുടരുകയാണ്. അമേരിക്കയുടെ പോർ വിമാനം കുവൈറ്റ് അതിർത്തിയിൽ തകർന്നു വീണു. US-മായി ചർച്ചയ്ക്കില്ലെന്നും ഇറാൻ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം മൂലം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ മുടങ്ങുന്നു. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള വിമാന സർവീസുകൾ ഇന്നും ഇന്നലെയും ഭൂരിഭാഗവും മുടങ്ങി. 3 സർവീസുകൾ മാത്രമാണ് ഇന്നലെ നടത്തിയത്. ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുള്ള 78 സർവീസുകൾ ഇന്നലെ മുടങ്ങി. ഗൾഫിലേക്ക് കൊച്ചിയിൽ നിന്ന് ഏറ്റവും അധികം സർവീസുകൾ ഉള്ളത് അബുദാബി, ദോഹ എന്നിവിടങ്ങളിലേക്കാണ്. വരും ദിവസങ്ങളിലും സർവീസ് തടസ്സപ്പെട്ടാൽ ലക്ഷക്കണക്കിന് യാത്രക്കാരെ ബാധിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിൽ ഗൾഫ് മേഖലയിലേക്കും തിരിച്ചും ഇന്നലെ വരെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് അധിക നിരക്കില്ലാതെ തീയതി മാറ്റാൻ അവസരമുണ്ട്. ഈ മാസം 5 വരെയുള്ള യാത്രകളുടെ ബുക്കിംഗിനാണ് ഈ സൗകര്യം. ടിക്കറ്റ് റദ്ദാക്കിയാൽ മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യും. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി കിടക്കുന്ന രാജ്യത്താണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നെല്ല് ഉൽപാദനം കുറയ്ക്കാൻ പറയുന്നതെന്ന് കേരള കർഷക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ പനോളി പറഞ്ഞു. നെല്ല് സംഭരണം തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തൃശൂർ AG's ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ലിനുള്ള അമിതമായ രാസവള പ്രയോഗം, വൈക്കോൽ കത്തിക്കുന്നത് മൂലമുള്ള പുകയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന മുടന്തൻ ന്യായങ്ങൾ. ഇത് ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളൊന്നും കസേരയിൽ ഉണ്ടാവില്ലെന്നും വത്സൻ പനോളി പറഞ്ഞു. കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLA, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നല്ലി MLA, ആക്ടിംഗ് സെക്രട്ടറി PK ഡേവിസ്, ട്രഷറർ TA രാമകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KV സജു തുടങ്ങിയവർ സംസാരിച്ചു. CMS സ്കൂൾ പരിസരത്ത് നിന്നും ട്രാക്ടറിന്റെ അകമ്പടിയോടെ സംഘടിപ്പിച്ച മാർച്ചിൽ നിരവധി കർഷകർ പങ്കെടുത്തു. തൃശൂർ ജില്ലയുടെ പുതിയ കളക്ടറായി ശിഖ സുരേന്ദ്രൻ ചുമതലയേറ്റു. അർജുൻ പാണ്ഡ്യൻ പുതിയ കളക്ടർക്ക് ചുമതല കൈമാറി. അർജുൻ പാണ്ഡ്യനെ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റിയ ഒഴിവിലാണ് ശിഖ സുരേന്ദ്രനെ കളക്ടറായി നിയോഗിച്ചിരിക്കുന്നത്. ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണറായി നേരത്തെ തൃശൂരിൽ ശിഖ സുരേന്ദ്രൻ പ്രവർത്തിച്ചിട്ടുണ്ട്. തൃശൂരിൽ കളക്ടറായി ചുമതലയേൽക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. തൃശ്ശൂരിലേക്ക് വീണ്ടും വരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ ആദ്യത്തെ ജില്ലാ കളക്ടറായിട്ടുള്ള പോസ്റ്റിംഗ് ആണിത്. സന്തോഷം. നല്ല സ്ഥലമാണ്, നല്ല ആളുകളാണ്, ഒത്തിരി വികസന സാധ്യതകളുള്ളതും നിലവിൽ വികസനം നടന്നുകൊണ്ടിരിക്കുന്നതുമായ. ഇപ്പോൾ എൻ്റെ പ്രീഡിസീസറായിട്ടുള്ള അർജുൻ സാർ വളരെ മികച്ച രീതിയിൽ ജില്ലയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു ഇനി മുൻഗണനാ രീതിയിൽ എനിക്ക് ചെയ്യാനുള്ള ആദ്യം വരുന്ന 2 കാര്യങ്ങൾ ഇലക്ഷൻ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ പൂരം
നല്ല ഭംഗിയായ രീതിയിൽ നടത്തുക എന്നുള്ളതായിരിക്കും. എല്ലാവരും ഭംഗിയായിട്ട് അവരുടെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ കൃഷ്ണ തേജ് സാറിൻ്റെ ഒപ്പം ഒരു പൂരം ഇവിടെ നടത്തിയിട്ടുള്ളതാണ്. ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണറായിരുന്നപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഈ വർഷത്തെ പൂരം നല്ല ഭംഗിയായ രീതിയിൽ പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തനിക്ക് ജില്ല നൽകിയ പിന്തുണ ഏറെയാണെന്ന് സ്ഥാനമൊഴിഞ്ഞ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. തൃശ്ശൂർ 2024 ജൂലൈയിലാണ് ജോയിൻ ചെയ്തത്. അതിനുശേഷം ഏകദേശം 1 വർഷം 7 മാസമായി. ഈ ഒരു കാലയളവിൽ മികച്ചതായിട്ടുള്ള ഒരു സഹകരണവും സ്നേഹവും എല്ലാം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടി. ആദ്യമായി തന്നെ അതിന് വളരെ വലിയ നന്ദിയും ഒരുപാട് കടപ്പാടുമാണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്. ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായിട്ടുള്ളവർ വരെ ആ ഒരു സ്നേഹം എന്തായാലും തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് മിസ്സാവും. ഷിഗയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുള്ളതാണ്. തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യനെ സ്ഥലം മാറ്റിയതിൽ രൂക്ഷ വിമർശനവുമായി സമൂഹമാധ്യമങ്ങൾ. ടോൾ പിരിവ് വിഷയത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങാത്തതാണ് സ്ഥലം മാറ്റത്തിന് കാരണമെന്നും വിമർശനം. തൃശൂർ കളക്ടറായി ചുമതലയേറ്റ് 2 വർഷം തികയും മുമ്പാണ് അർജുൻ പാണ്ഡ്യനെ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റം. കളക്ടർക്ക് നൽകിയത് സ്ഥലം മാറ്റമല്ല, പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന കൂട്ടവിമർശനം. മികച്ച കളക്ടർ എന്ന പുരസ്കാര നേട്ടത്തിന് പിന്നാലെയാണ് അർജുൻ പാണ്ഡ്യനെ സ്ഥലം മാറ്റിയത്. ടോൾ പിരിവ് വിഷയത്തിൽ ടോൾ കമ്പനിക്കെതിരെ കർശന നിലപാടെടുത്ത വ്യക്തിയാണ് അർജുൻ പാണ്ഡ്യൻ. ടോൾ പിരിവ് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടലിന് വഴങ്ങാതിരുന്നതോ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വിസമ്മതിച്ചതോ ആണ് സ്ഥലമാറ്റത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ആരോപിച്ചു. TCV തൃശൂർ. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂരിന്റെ ഈ വർഷത്തെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമായി. മഴ മൂലം മാറ്റിവെച്ച വെടിക്കെട്ട് പ്രേമികൾക്ക് കണ്ണിനും കാതിനും വിരുന്നൊരുക്കി. കുമരനെല്ലൂർ ക്ഷേത്രത്തിൽ മിനി പൂരം ഒരുക്കിയിരുന്നു. ചുടുവാലത്തൂർ സന്തോഷം സംഘവും നേതൃത്വം നൽകിയ തായമ്പകയും നടന്നു. ദേശം ഭാരവാഹികളായ AK സതീഷ് കുമാർ, ബാലകൃഷ്ണൻ കൊളഞ്ചേരി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മലയോര മേഖലയിൽ ആശങ്ക പരത്തി വന്യജീവി ശല്യം രൂക്ഷം. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാന ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണമേറുന്നു. ഇന്നലെ വാഴച്ചാൽ പുകയിലപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ വാച്ചർ കൊല്ലപ്പെട്ടത് ഒടുവിലത്തെ സംഭവമാണ്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ 46 വയസ്സുള്ള സുന്ദരനാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ആറളം ഫാമിൽ അനീഷ് എന്ന യുവാവ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 2 ആഴ്ച മുൻപ് പീച്ചിയിൽ ആടിനെ മേയ്ക്കാൻ പോയ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന് ചികിത്സാ സഹായത്തിനായി ചേർപ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബക്കറ്റ് പിരിവ് നടത്തി ലഭിച്ച തുക ആരോഗ്യമന്ത്രിക്ക് മണി ഓർഡറായി അയച്ചുകൊടുത്തു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അകാരണമായി കേസെടുത്തതിനെതിരെയായിരുന്നു ബക്കറ്റ് പിരിവ് നടത്തിയത്. സിജോ ജോർജ്, MN ഉണ്ണികൃഷ്ണൻ, CK വിനോദ്, വിദ്യാ രമേശ്, KR സിദ്ധാർത്ഥൻ, സുജിത് കുമാർ, കുട്ടികൃഷ്ണൻ നടുവിൽ, ബൈജു സുജിത്, സന്ദീപ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വെങ്ങണിശ്ശേരിയിൽ തെങ്ങുകയറ്റ തൊഴിലാളി തെങ്ങിൽ നിന്ന് വീണു മരിച്ചു. വെങ്ങണിശ്ശേരി കളപ്പുരപ്പറമ്പിൽ 55 വയസ്സുള്ള ശിവദാസനാണ് മരിച്ചത്. ഇന്ന് രാവിലെ മെഷീൻ ഉപയോഗിച്ച് തെങ്ങ് കയറുന്നതിനിടയിൽ താഴെ വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കല്ലൂരിൽ മരം മുറിക്കുന്നതിനിടെ വീണ് തൊഴിലാളി മരിച്ചു. കല്ലൂർ പാറക്കാട് വാഴക്കാല വീട്ടിൽ ബെന്നിയുടെ മകൻ മെൽവിനാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാവിലെ കല്ലൂർ നായരങ്ങാടിയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ മെൽവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചികിത്സാ പിഴവ് മൂലം കണ്ണ് നഷ്ടപ്പെട്ട സനൂപിനെ ചികിത്സയ്ക്കായി കോവൈ അരവിന്ദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താൽക്കാലികമായി സനൂപിന് 2 കൃത്രിമ കണ്ണുകൾ വെച്ചു. നിലവിൽ സ്മാർട്ട് കണ്ണട വയ്ക്കുന്നതിനുള്ള പരിശീലനമാണ് നൽകുന്നത്. ചികിത്സയ്ക്കായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP യാണ് 1 ലക്ഷം രൂപ നൽകി സഹായിച്ചത്.
കുട്ടനല്ലൂർ ജംഗ്ഷനിലെ കുരുക്കഴിക്കാൻ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൌൺസിലർമാരായ പ്രവീൺ ലാൽ, ഹരീഷ് മോഹൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, വ്യാപാര, വ്യവസായ മേഖലയിലുള്ളവരും റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിലെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കോർപ്പറേഷനോടും ബന്ധപ്പെട്ട വകുപ്പുകളോടും കൂടിയാലോചിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുമെന്ന് കൌൺസിലർ പ്രവീൺ ലാൽ പറഞ്ഞു. അടാട്ട് ഗ്രാമീണ വായനശാലയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. യുവ സാഹിത്യകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ട്രാൻസ്ജെൻഡർ കവി വിജയരാജ മല്ലിക ഏർപ്പെടുത്തിയ യുവവിജയ സാഹിത്യ പുരസ്കാരം സംസ്കൃത ഭാഷാ പണ്ഡിത ഡോക്ടർ രേഷ്മ രാമചന്ദ്രന് അനിൽ അക്കര സമ്മാനിച്ചു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് അജയൻ അടാട്ട്, പ്രൊഫസർ ഹരിദാസ്, വാർഡംഗം സദാശിവൻ, ജോസ് എന്നിവർ സംസാരിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഇടവകയിലെ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ റാഫേൽ മുത്തുപീടിക ഉദ്ഘാടനം ചെയ്തു. കുടുംബ കൂട്ടായ്മ കൺവീനർ ഷാജു ഡേവിഡ്, ഡോക്ടർ ഐശ്വര്യ ആന്റണി ഐനിക്കൽ, സിജോ കുരുതുകുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. ബാൻഡ് ഫാൻസ് കേരളയുടെ 7ാമത് വാർഷിക പൊതുയോഗം ഗുരുവായൂരിൽ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. സിനിമാ നാടക നടൻ ശിവജി ഗുരുവായൂർ, റിട്ടയർഡ് പോലീസ് ഓഫീസർ റോയ് തുടങ്ങിയവരും സംസാരിച്ചു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തള്ളി കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു രംഗത്ത്. കഴിഞ്ഞ ദിവസം ബന്ധുവാണ് സാബുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇത് തീർത്തും അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗവുമാണെന്ന് സാബു പറഞ്ഞു. കുടുംബ പ്രശ്നമാണ് രാഷ്ട്രീയ ആയുധമാക്കുന്നത്. ഇതിനു പിന്നിൽ CPM-ഉം MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുമാണെന്നും സാബു തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF അധികാരം പിടിച്ചെടുത്തത് മുതൽ തന്നെ വ്യക്തിപരമായി വേട്ടയാടാൻ ശ്രമം നടക്കുന്നു. തന്റെ ബന്ധുവായ ഔസേപ്പിനെ മുൻനിർത്തി MLAയുടെ നിർദ്ദേശാനുസരണം കെട്ടിച്ചമച്ച കഥകളുമായാണ് കുടുംബം സമരരംഗത്തിറങ്ങിയിരിക്കുന്നത്. വിയൂർ പോലീസ് തനിക്കെതിരെ കേസെടുത്തത് MLAയുടെ സമ്മർദ്ദ ഫലമായാണ്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിനിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമിത ഷാജി, മെമ്പർമാരായ സനിത, സന്തോഷ്, SC ബിജു എന്നിവരെ അസഭ്യം പറയുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തത് ആസൂത്രിതമായ നീക്കമാണെന്നും സാബു പറഞ്ഞു. സാമ്പത്തികമായി പലരിൽ നിന്നും പണം കടം വാങ്ങിയിട്ടുണ്ടെങ്കിലും ആരെയും വഞ്ചിച്ചിട്ടില്ലെന്ന് സാബു വ്യക്തമാക്കി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമിത ഷാജി, വാർഡ് മെമ്പർമാരായ സനിത, സന്തോഷ്, SC ബിജു എന്നിവർ പങ്കെടുത്തു. തിരുവല്ലോമല ഗ്രാമീണ വായനശാല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് ഉമാശങ്കർ, സെക്രട്ടറി ബാബു പരശുറാം എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. എരുമപ്പെട്ടി നെല്ലുവായിൽ നിന്ന് ഭീമൻ മൂർഖൻ പാമ്പിനെ പിടികൂടി. നെല്ലുവായ് മുണ്ടംകോടുള്ള വീടിന്റെ പോർച്ചിന് സമീപമുള്ള ചെടിത്തോട്ടത്തിലാണ് പാമ്പിനെ കണ്ടത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി ഫോറസ്റ്റ് അനിമൽ സ്നേക്ക് റെസ്ക്യൂ ഓഫീസർ അഷ്റഫ് പാമ്പിനെ പിടികൂടി. അംഗീകാരങ്ങളുടെ നിറവിൽ മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനവും പ്രാവർത്തികമാക്കിയാണ് ഈ സർക്കാർ സ്കൂൾ മികച്ച നേട്ടം കൈവരിച്ചത്. വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ തൃശൂർ ജില്ലയിലെ മികച്ച NSS യൂണിറ്റിനുള്ള പുരസ്കാരം മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കി. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപിക NA വിനീത മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡിനും അർഹയായി. തൊഴിൽ പരിശീലനവും അതുവഴിയുള്ള സാമൂഹിക സേവനവും കഴിഞ്ഞ 3 വർഷമായി NSSന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടത്തിവരുന്നു. പലഹാര നിർമ്മാണം, വിൽപ്പന, ജലപരിശോധന, തയ്യൽ പരിശീലനം, വസ്ത്രങ്ങൾ നിർമ്മിച്ച് വിൽപ്പന, നെൽകൃഷി എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. കടങ്ങോട് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ജലപരിശോധന നടത്തിയതിന് ഹരിത കേരള മിഷന്റെ ആദരവ് സ്കൂളിന് ലഭിച്ചു. വീട്ടിൽ നിന്നും പാചകം ചെയ്തു കൊണ്ടുവരുന്ന പലഹാരങ്ങൾ സ്കൂളിലെ സ്നാക്സ് പാർലറിൽ കച്ചവടം നടത്തുകയും അതിൽ നിന്നും കിട്ടിയ പണം ഉപയോഗിച്ച് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് NSS നടത്തുന്നതെന്ന് പ്രിൻസിപ്പാൾ V സ്മിത പറഞ്ഞു. നമ്മളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനോടൊപ്പം തൊഴിൽ പരിശീലനം കൂടി നൽകുക എന്ന വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ NSS യൂണിറ്റിന്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ഏറ്റവും നല്ല മികച്ച NSS യൂണിറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. NSS പ്രോഗ്രാം ഓഫീസറായി ചാർജ് എടുത്ത വിനീത ടീച്ചർ സ്കൂളിലേക്കായി 3 തയ്യൽ മെഷീൻ വാങ്ങുകയും
കുട്ടികൾക്ക് തയ്യൽ പരിശീലനം നൽകുകയും ചെയ്യുന്നു. ദേശീയ പതാകകൾ, ശിശുദിനത്തിൽ ചാച്ചാജി ജുബ്ബകൾ, വയോമന്ദിരത്തിലെ അമ്മമാർക്ക് മാക്സികൾ എന്നിവ തയ്ച്ചു നൽകിയത് ശ്രദ്ധ നേടിയിരുന്നു. ഈ അവാർഡ് എന്ന് പറഞ്ഞാല് ശരിക്കും ഇതൊരു ടീം വർക്കിന്റെ അവാർഡാണ്. എനിക്ക് എന്ത് ആശയങ്ങൾ തോന്നിയാലും ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ടായിട്ട് അവര് കൂടെ നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ നല്ലൊരു എനർജി അതിൽ നിന്ന് കിട്ടാറുണ്ട്. അങ്ങനെയാണ് ഞാൻ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് എൻ്റെ സഹപ്രവർത്തകരോടാണ് ഇതിൻ്റെ കടപ്പാടുള്ളത്. അത് കഴിഞ്ഞാൽ PTA, എന്തിനും ഏതിനും PTA, SMC, OS എല്ലാം ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ കുട്ടികളും ആയാലും എന്ത് പണി പറഞ്ഞാലും അവർ ചെയ്യാൻ തയ്യാറാണ്. അതുപോലെ ജനപ്രതിനിധികള് അവരും നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും വരാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച ജൈവ നെൽകൃഷിയായിരുന്നു. ജൈവ അരി വിപണിയിലിറക്കുകയും വിറ്റുകിട്ടിയ 25,000 രൂപ NSS വയനാട് ഭവന നിർമ്മാണത്തിലേക്ക് നൽകുകയും ചെയ്തു. വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാരെയും കൊണ്ട് നടത്തിയ ഉല്ലാസയാത്ര വൃക്കരോഗിക്ക് 42,000 രൂപ പിരിച്ചെടുത്ത് ചികിത്സാ സഹായമായി നൽകിയതുൾപ്പെടെ ഒട്ടനവധി ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളാണ് NSSന്റെ നേതൃത്വത്തിൽ മരത്തങ്കോട് സ്കൂൾ നടത്തിയിട്ടുള്ളത്. TCV എരുമപ്പെട്ടി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ വിദ്യാഗോപാല മന്ത്രാർച്ചനയും ദോഷപരിഹാര യജ്ഞവും സംഘടിപ്പിച്ചു. തിരുവഞ്ചിക്കുളം ശിവപാർവതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിന്റെ ഭാഗമായി മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, സുദർശന ഹോമം എന്നീ പൂജകൾ നടന്നു. ജില്ലാ മാതൃസമിതി അധ്യക്ഷ ഡോക്ടർ ആശാലതയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ മാതൃപൂജ നടത്തി. ട്രെയിനറും വർക്ക്ഷോപ്പ് ഫെസിലിറ്റേറ്ററുമായ സന്തോഷ് കുമാർ ഷേണായ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. കൊമ്പൻ ചെറുപ്പുളശ്ശേരി മണികണ്ഠൻ ദേവിയുടെ തിടമ്പേറ്റി 33ഓളം ആനപ്പൂരങ്ങൾ കാവ് കയറിയതോടെ കുംഭച്ചൂടിനെ വകവയ്ക്കാതെ ആയിരങ്ങൾ ക്ഷേത്ര മൈതാനത്തെത്തി. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ ഭാഗമായി ഖത്തറിൽ ജോലി ചെയ്യുന്ന വെങ്കിടങ്ങ് സ്വദേശിക്ക് പരിക്കേറ്റു. വെങ്കിടങ്ങ് ചീരോത്തപ്പടി റോഡിന് സമീപം താമസിക്കുന്ന പണിക്ക് വീട്ടിൽ ഹിഷാമിനാണ് പരിക്ക്. കഴിഞ്ഞ ദിവസം ഖത്തറിനു നേരെ വന്ന മിസൈൽ ആകാശത്ത് വച്ചു തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർക്കപ്പെടുകയും അതിന്റെ ഏതാനും ഭാഗങ്ങൾ ഹിഷാമിനടുത്തു വെച്ച് പൊട്ടിത്തെറിക്കുകയുമായിരുന്നുവെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ഒരു കൈക്കും കാലിനും സാരമായി പരിക്കേറ്റു. കൈക്ക് ശസ്ത്രക്രിയ നടത്തി. കാലിന്റെ പരിക്ക് വളരെ ഗുരുതരമാണ്. സൗന്ദര്യ മത്സര റാമ്പിലെ മിന്നും താരമായി UKG-കാരി നിർമ്മയ. മോഡലിംഗിലടക്കം ഈ കുട്ടി ഇതിനോടകം കരസ്ഥമാക്കിയ നേട്ടങ്ങൾ നിരവധിയാണ്. 3.5 വയസ്സിൽ കളിയായി തുടങ്ങിയതാണ് കുഞ്ഞു നിർമ്മയയുടെ ക്യാറ്റ് വാക്ക്. 4.5 വയസ്സിൽ ആ നടത്തം വലിയ വേദികളിലെത്തി. ഇപ്പോൾ 6 വയസ്സിലെത്തി നിൽക്കുമ്പോൾ നിർമ്മയ മാറ്ററിയിച്ച മത്സരവേദികൾ 25ഓളമാണ്. ഇതിലെല്ലാം സമ്മാനങ്ങളും വാരിക്കൂട്ടി. പങ്കെടുത്ത പകുതിയിലധികം മത്സരങ്ങളിലും ടൈറ്റിൽ വിന്നറുമായി. ഇതിന് തെളിവാണ് വീടിന്റെ സ്വീകരണ മുറിയിലെ സമ്മാനങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞ ഷെൽഫ്. ആരുടെയും പ്രേരണയോ പ്രത്യേക ശിക്ഷണമോ ഇല്ലാതെ സ്വയം മൊബൈൽ വീഡിയോയും മറ്റും കണ്ടാണ് നിർമ്മയ ഇതിലേക്ക് എത്തിയത് എന്നതാണ് ഏറെ കൗതുകകരം. ഞാൻ തന്നെ പഠിച്ചാ എവിടെയെങ്കിലും പോകുമ്പോ ഞാൻ കാണും. അതുകൊണ്ട് ഫോണിലൊക്കെ കണ്ടു പഠിക്കും. കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഗുരുവായൂര്, എറണാകുളം, കോയമ്പത്തൂര്, എല്ലായിടത്തും പോയിട്ടുണ്ട് ഞാൻ. തൃശൂർ വെളപ്പായ അലക്കുപുര സ്വദേശികളായ നിതിൻ, മായ ദമ്പതികളുടെ മകളാണ് നിർമ്മയ. കഴിവ് കണ്ടറിഞ്ഞ് ഇവർ നൽകിയ പൂർണ്ണ പിന്തുണയോടെ നിർമ്മയയിലെ പ്രതിഭയുടെ തിളക്കം കൂടി. സ്കൂളിലാണ് ഫസ്റ്റ് റാമ്പ് ഇറങ്ങിയത്. അത് സ്കൂളിലൊരു കോമ്പറ്റീഷൻ മാതിരി വെച്ചതാണ്. അപ്പൊ അതിൽ തോന്നി നടക്കാൻ പറ്റുമെന്ന്. പിന്നെ അങ്ങനെ നമ്മൾ ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് പെട്ടെന്ന് സിൽവർ ലൈറ്റ്സിന്റെ പ്രോഗ്രാം കാണാണ്ടായത്. അങ്ങനെ അതിൽ പോയിട്ട് പങ്കെടുത്തു. അപ്പൊ അതില് ടൈറ്റിൽ വിന്നറായി. അപ്പൊ എനിക്ക് തോന്നി മുന്നോട്ട് പോയാൽ കുറച്ചും കൂടി നന്നാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ ആരുടെ അടുത്ത്
ആക്കിയിട്ടുണ്ടായിരുന്നില്ല നടക്കാനായിട്ട്. അവള് തന്നെ സ്വയം നടന്ന് പഠിക്കുകയായിരുന്നു. ഇപ്പൊ ബിയാട്രിക്സ് എന്ന് പറഞ്ഞ മോഡലിംഗ് കമ്പനിയിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹിന എൽസമേഡാണ് ഇപ്പോൾ ട്രെയിൻ ചെയ്തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടെ അവസരങ്ങളും നിർമ്മയെ തേടിയെത്തി തുടങ്ങി. ഇതിനോടകം പരസ്യചിത്രത്തിലും ഷോർട്ട് ഫിലിമിലും വരെ അഭിനയിച്ച് കഴിവ് തെളിയിച്ചു. തീർന്നില്ല, ക്ലാസിക്കൽ നൃത്തം അഭ്യസിക്കുന്ന നിർമ്മയ പാട്ടിലും ഒരു കൈ നോക്കും. കിഴക്കു കിഴക്കും കിഴക്കും കാട്ടിലേക്ക് ഇങ്ങനെ കൊട്ടി തത്തമ്മ പണ്ടൊരു ചക്കിപ്പരുന്തിന്റെ വീട്ടിൽ പാട്ടുകൾ ചേരിക്ക പോയി. കുഞ്ഞി ചിറക് മുളയ്ക്കാത്ത കുഞ്ഞി കൂടെ കൊണ്ടോയി തത്തമ്മ. പച്ചപ്പനം കൂട്ടി ഉള്ളിലുറക്കിയ പല്ലവി പാടിയ തത്തമ്മ. പട്ടിണിടക്കെ തത്തമ്മ ചോദി പല്ലു കടിക്കുന്നതാരാണ്? ചക്കിപ്പരുന്തു വിളിച്ചു പറഞ്ഞു പുത്തരി ചോറിലെ കല്ലാണ്. കച്ചേരി തീർന്നപ്പോൾ വീടിന്റെ മുറ്റത്ത് ചക്കിപ്പരുന്തിനെ കണ്ടില്ല. താരാട്ടു കേട്ടു മയങ്ങി ഉറങ്ങി തങ്കക്കുടത്തിനും കണ്ടില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആഗ്രഹം മറ്റൊന്നാണ്. നല്ല ഇഷ്ടമാണ് എനിക്ക്. ഡോക്ടർ മോഡലിംഗും വേണം. എന്തായാലും സകലകലാവല്ലഭയായ നിർമ്മയ മെയ് മാസം മുംബൈയിൽ നടക്കുന്ന നാഷണൽ കോമ്പറ്റീഷനിൽ മാറ്ററിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ. അതിന് 3ാം ക്ലാസ്സുകാരനായ സഹോദരൻ നിരഞ്ജനും കസിൻ അഞ്ജലിയും പ്രോത്സാഹനവുമായി സദാ ഒപ്പമുണ്ട്. TCV തൃശൂർ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ സൂപ്പർ സ്പെഷ്യാലിറ്റി നേത്രാശുപത്രി ശൃംഖലയായ ദി ഐ ഫൗണ്ടേഷന്റെ 27ാമതും കേരളത്തിലെ 6ാമത്തെ ശാഖയും തൃശൂർ കൂർക്കഞ്ചേരിയിൽ പ്രവർത്തനമാരംഭിച്ചു. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ 30 ലക്ഷത്തിലധികം രോഗികൾക്ക് കാഴ്ചയുടെ വെളിച്ചം നൽകിയ ഐ ഫൗണ്ടേഷന്റെ സാംസ്കാരിക നഗരിയിലെ പുതിയ ആശുപത്രിയുടെ ഉദ്ഘാടനം കല്യാൺ ജുവലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമൻ നിർവഹിച്ചു. IMA തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ ബേബി തോമസ്, സിഡ്ബി ഡെവലപ്പേഴ്സ് ഡയറക്ടർ അബ്ദുൾ ലത്തീഫ്, ദി ഐ ഫൗണ്ടേഷൻ ഗ്രൂപ്പ് ഓഫ് ഐ ഹോസ്പിറ്റൽസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശ്രേയസ് രാമമൂർത്തി എന്നിവർ സന്നിഹിതരായി. ദേശീയ ഗുണനിലവാര മാനദണ്ഡമായ NABH പ്രകാരം വിഭാവനം ചെയ്ത 15,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ചികിത്സാ സമുച്ചയത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 2 അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ, 7 കൺസൾട്ടേഷൻ റൂമുകൾ, 12 ഒപ്റ്റോമെട്രി ലൈനുകൾ, പ്രത്യേക ഒഫ്താൽമിക് ലാബ്, 7 എക്സ്ക്ലൂസീവ് ഇൻപേഷ്യന്റ് റൂമുകൾ, 10 ഡേ കെയർ യൂണിറ്റുകൾ എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വിവിധ സ്പെഷ്യാലിറ്റികളിൽ രോഗികൾക്ക് മിതമായ നിരക്കിൽ ലോകോത്തര നേത്രപരിചരണം ഉറപ്പുവരുത്തുകയാണ് ദി ഐ ഫൗണ്ടേഷന്റെ ദൗത്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. This is our 6th hospital in this Kerala region. Every speciality of eye, everything will be covered in all our hospitals. All the latest of equipment will be available, and we also use the best of technology. So apart from the quality of the doctors, it's also the technology that is available to them, which helps to give the best of care to the people here. Also, we are very, very important is that we are affordable. Even the economically weaker sections will get the best of treatment available. We have our own charitable services which are available. മീഡിയ സ്ട്രാറ്റജിസ്റ്റായ അബ്ദുൾ ഗഫൂറിന്റെ നേതൃത്വത്തിലുള്ള ഗ്ലോബെക്സ് മീഡിയ ഹബ്ബാണ് ദ ഐ ഫൗണ്ടേഷന്റെ എക്സ്ക്ലൂസീവ് മീഡിയ ഏജൻസി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തൃശൂർ നിവാസികൾക്ക് ആദ്യ 2 മാസം നേത്രപരിശോധനയും കൺസൾട്ടേഷനും സൗജന്യമായിരിക്കും. അതിരൂപത കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ എംപവർ ക്രാഫ്റ്റ് പ്രൊജക്ടിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ നിർമ്മാണ തൊഴിലാളി യൂണിയനിൽ ഉൾപ്പെട്ട അംഗങ്ങൾക്ക് തൊഴിലുപകരണങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര തൊഴിലുപകരണ കിറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. KLM അതിരൂപത ഡയറക്ടർ ഫാദർ പോൾ മാളിയമ്മാവ്, KLM അതിരൂപത പ്രസിഡന്റ് മോളി ജോബി എന്നിവർ സംബന്ധിച്ചു. സെക്രട്ടറി ബേബി വാഴക്കാല, ആന്റോ പോൾ, ഫ്രഞ്ചി ആന്റണി, റോബസ് പറപ്പുള്ളി, ബേബി ഡേവിസ് തുടങ്ങിയവരും സംസാരിച്ചു. തിരുനെല്ലൂരിലെ CPM പാർട്ടി അംഗമായിരുന്ന ഷിഹാബുദ്ദീന്റെ രക്തസാക്ഷി അനുസ്മരണം ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ചിറ്റാട്ടുകരയിൽ നടന്ന അനുസ്മരണ പരിപാടി CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. CF രാജൻ, തുളസി രാമചന്ദ്രൻ, PK രമേശ്, KB ബിജു എന്നിവർ സംസാരിച്ചു. കുന്നംകുളം മങ്ങാട് പുളിഞ്ചോട് പനമരത്തിന്റെ മുകളിൽ കുഴഞ്ഞിരുന്നയാളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. കൊപ്പം സ്വദേശി വടക്കേതിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് റോപ്പ്, നെറ്റ് എന്നിവ ഉപയോഗിച്ച് സുരക്ഷിതമായി താഴെയിറക്കിയത്.
ഫയർ സ്റ്റേഷൻ ഓഫീസർ വിജയകൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. എളവള്ളി മണ്ഡലം UDF കമ്മിറ്റി പ്രവർത്തക കൺവെൻഷനും സമൂഹ നോമ്പുതുറയും നടത്തി. മുൻ MP TN പ്രതാപൻ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ PK രാജൻ, ജിയോ ഫോക്സ്, CJ സ്റ്റാൻലി, പ്രസാദ് വാഗ, ക്ലെമൻ ഫ്രാൻസിസ്, സുലൈമാൻ മാസ്റ്റർ, പ്രസാദ് പണിക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തിയിൽ ഹിന്ദു ഏകത സമ്മേളനം നടത്തി. എടത്തിരുത്തി പ്രിയദർശിനി ഹാളിൽ നടന്ന സമ്മേളനം മൌനയോഗി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അധ്യക്ഷനായി. കവിയും പ്രഭാഷകനുമായ സുരേഷ് ബാബു കിള്ളിക്കുറിശി മംഗളം, മുഖ്യ സംയോജക് ജ്യോതിബാസ് തേവർക്കാട്ടിൽ, സരിത ജോഷി, P വാണിദേവി, ഷൈന ജയപ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് മധുര നെല്ലിക്ക നൽകി വേറിട്ട പരീക്ഷാ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ച് മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സംയുക്തമായാണ് മധുര നെല്ലിക്ക വിതരണം ചെയ്തുകൊണ്ടുള്ള വ്യത്യസ്ത പരിശീലനം നൽകിയത്. പരീക്ഷാ സമയങ്ങളിൽ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങൾ നെല്ലിക്ക പോലെ ആദ്യം ചവർപ്പുള്ളതും പിന്നീട് മധുരമുള്ളതുമാകുമെന്ന് വിദ്യാർത്ഥികളെ ബോധിപ്പിക്കാനായിരുന്നു ഇത്തരമൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസറും അധ്യാപകനുമായ മേജർ PJ സ്റ്റേജു നേതൃത്വം നൽകി. പരിശീലന ക്യാമ്പ് പ്രധാന അധ്യാപിക ഷീന ഉദ്ഘാടനം ചെയ്തു. അധ്യാപിക MR രതി മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപകരായ അപർണ, സുജ, മിഥുൻ എന്നിവരും സംസാരിച്ചു. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിനായുള്ള കാളകൾ തിരുവില്ലോമലയിൽ എന്ന വീടുകൾ കയറി ചിനക്കത്തൂർ അമ്മയെ കാണാൻ പുറപ്പെട്ടു. പ്രത്യേക പൂജകളോടെ കാളയ്ക്ക് തലവയ്ക്കൽ നടത്തിയ ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഇന്ന് വൈകിട്ടും നാളെ രാവിലെയുമാണ് കാളകളികൾ നടക്കുക. കാളകളിയുടെ ഈ വർഷത്തെ ചിനക്കത്തൂർ പൂരച്ചടങ്ങുകൾ അവസാനിക്കും. ലോക ഗ്ലോക്കോമ വാരാചരണത്തോടനുബന്ധിച്ച് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വെളിച്ചം എന്ന പരിപാടിയുടെ ഭാഗമായി സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 3, 7, 10 തീയതികളിൽ തൃശൂരിൽ നടക്കും. രാവിലെ 8-നും ഉച്ചയ്ക്ക് 12:30-നുമാണ് ക്യാമ്പ്. കാഴ്ചയെ കാർന്നു തിന്നുന്ന രോഗങ്ങൾക്കും ഗ്ലോക്കോമയ്ക്കെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. ഹെൽത്ത് പ്രിവിലേജ് കാർഡ് എടുക്കുന്നവർക്ക് സൌജന്യ നേത്ര പരിശോധന, ഗ്ലോക്കോമ ടെസ്റ്റ്, ഗ്ലോക്കോമ ഉള്ളവർക്ക് ആവശ്യമായ ഗ്ലോക്കോമ സ്കാനിംഗ് എന്നിവ സൌജന്യമായി ചെയ്യുന്നു. ശസ്ത്രക്രിയകൾക്കും കണ്ണടകൾക്കും 15% കിഴിവുമാണ് നൽകുന്നത്. കുന്നംകുളത്ത് നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതിയുടെയും അമല ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ദേശം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബ്സൺ പോൾ അധ്യക്ഷനായി. സെക്രട്ടറി സുനിൽ ഘോഷ്, കോർഡിനേറ്റർ അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. അയ്യന്തോൾ ദേശത്തിൽ നിന്നും തൃശൂർ കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട A. പ്രസാദ്, മെഫി ഡെൽസൺ, സുനിത വിനു, വത്സല ബാബുരാജ് എന്നിവരെ ദേശം പ്രസിഡന്റ് റോബ്സൺ പോൾ പൊന്നാടയണിയിച്ചു. ചടങ്ങിൽ വിവിധ വ്യക്തികളെയും ആദരിച്ചു. ചിറ്റാട്ടുകര മാനുഷം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മാനുഷം പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് PG സുബിദാസ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സിദ്ധാർത്ഥൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ക്യാമ്പിൽ മാനുഷം സെക്രട്ടറി CF രാജൻ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആഷിഖ് വലിയകത്ത്, ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, എളവള്ളി പഞ്ചായത്ത് അംഗങ്ങളായ തുളസി രാമചന്ദ്രൻ, അനീഷ് തിണ്ടിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരിയിൽ സംഘടിപ്പിച്ച ഹിന്ദു ഏകതാ സമ്മേളനം സ്വാമി രാമഹരി പ്രസാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. SNDP ഗുരുവായൂർ യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗം AS വിമലാനന്ദൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തര കേരള പ്രാന്ത പ്രമുഖ് PK വത്സൻ, വേദ അക്കാദമി ചീഫ് മാർഷൽ സുവർദ്ധൻ ഗുരുക്കൾ, P രാധ, ഭരതൻ താണവീഥി, മോഹനൻ കളപ്പുരയ്ക്കൽ, ഷാജിൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്ര മഹോത്സവത്തിന്റെ കൊടിയേറ്റ് ശിവഗിരി മഠം ട്രഷറർ ശാരദാനന്ദ സ്വാമികൾ നിർവഹിച്ചു. ശിവഗിരി മഠം താന്ത്രികാചാര്യൻ ശിവനാരായണ തീർത്ഥ സ്വാമി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആശ്രമം സെക്രട്ടറി ദിവ്യാനന്ദഗിരി സ്വാമികൾ, ക്ഷേത്രം മേൽശാന്തി സുവർണകുമാർ, ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ബിജു പാണ്ടാരിക്കൽ, കൺവീനർ ബൈജു സായിറാം തുടങ്ങിയവർ നേതൃത്വം നൽകി. മണലൂർ പഞ്ചായത്തിലെ യുവതീ യുവാക്കളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയായ യുവത്തിന്റെ നേതൃത്വത്തിൽ ആദരം സംഘടിപ്പിച്ചു. ചടങ്ങിൽ കേരള വിഷൻ റിപ്പോർട്ടർ ഷാജുവിനെ ആദരിച്ചു. താന്യം പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം തൃത്തല്ലൂർ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയം അധ്യക്ഷ ബ്രഹ്മകുമാരി കൌസല്യ ദീദി ഉദ്ഘാടനം ചെയ്തു. പി മാധവമേനോൻ അധ്യക്ഷത വഹിച്ചു. പി അരുൺ, NS സുഗതൻ, TV വത്സൻ എന്നിവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച 5 ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MV മിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KR ഔസേബ്, CC ബിജു, റെനി ജിജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M കുമാർ, കോടശ്ശേരി പഞ്ചായത്ത് അംഗം ടോമി കളമ്പാടൻ, AEO PB നിഷ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. മൂന്ന് പതിറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തന പാരമ്പര്യവുമായി കേരളത്തിലെ ആദ്യത്തെ ഗ്ലോബൽ ഫുഡ് ഡെസ്റ്റിനേഷനായ വോക്ക് സ്ട്രീറ്റ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കിഴക്കേക്കോട്ടയിൽ പ്രവർത്തനം ആരംഭിച്ച ആഗോള രുചികളുടെ പുതിയ കേന്ദ്രമായ വോക്ക് സ്ട്രീറ്റ് ദി ഗ്ലോബൽ ഫുഡ് ഡെസ്റ്റിനേഷന്റെ ഉദ്ഘാടനം വോക്ക് സ്ട്രീറ്റ് മാനേജിംഗ് പാർട്ണർ PM അമീർ, പാർട്ണർമാരായ OV ഷാബു, RA ഹാഷിം എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും എഴുത്തുകാരുമായ ശരത് കൃഷ്ണ, ഗീതമ്മ, മറ്റ് വ്യവസായ പ്രതിനിധികൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂർ നഗരഹൃദയത്തിൽ ആധുനിക സൗകര്യങ്ങളോടെയും മനോഹരമായ ഇന്റീരിയർ ഡിസൈനുകളോടെയും പച്ചപ്പിന്റെ ആംബിയൻസും മിസ്റ്റും നിറഞ്ഞ സുഖശീതളമായ അന്തരീക്ഷത്തിൽ ഏഷ്യൻ, കോണ്ടിനെന്റൽ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ വിഭവങ്ങൾ ഒരു കുടക്കീഴിലിരുന്ന് ആസ്വദിക്കാൻ കഴിയും. കുടുംബസംഗമങ്ങൾക്കും സൗഹൃദ വിരുന്നുകൾക്കും അനുയോജ്യമായ ആഗോള ഭക്ഷ്യ സംസ്കാരത്തിന്റെ അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലോഞ്ച്, ലോഫ്റ്റ്, ലൈവ് എന്നീ 3 സ്പേസുകളാക്കി തിരിച്ചിട്ടുള്ള വോക്ക് സ്ട്രീറ്റിൽ 300 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓപ്പൺ ടെറസ് റെസ്റ്റോറന്റും ഏറെ ആകർഷകമാണ്. ഉപഭോക്താക്കൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നല്ല ആംബിയൻസും അൾട്രാ മോഡേൺ ഹൈജീനുമാണ് വോക്ക് സ്ട്രീറ്റിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയെന്നും രാത്രി 2 മണിവരെ തുറന്നു പ്രവർത്തിക്കുമെന്നും സാരഥികളായ OV ഷാബു, PM അമീർ, ഹാഷിം എന്നിവർ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഹൈജീൻ സൈഡിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അൾട്രാ മോഡൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചണും അതേപോലെ ഡെഡിക്കേറ്റഡ് ഫ്രീസർ റൂമൊക്കെ മീറ്റ് ചെയ്യുന്നത് സ്റ്റോറേജിനൊക്കെ വേണ്ടിയിട്ടുണ്ട്. ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫുഡ്, ഏറ്റവും ഹൈജീൻ ആയിട്ടുള്ള ഫുഡ്, അതുപോലെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും. കേരളത്തിൽ തന്നെ ഏറ്റവും എന്താ പറയുക ഗ്ലോബൽ ഫുഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഫുഡ് സീറ്റിംഗ് ഒരു 300 സീറ്റിംഗ് ഓൾമോസ്റ്റ് ഇതിലുണ്ട് ഈ റെസ്റ്റോറൻറ്റ്. ഗ്ലോബൽ ഫുഡായിട്ട് സംഭവം തൃശ്ശൂർ ഫസ്റ്റ്, കേരളത്തിൽ ഫസ്റ്റ് തൃശ്ശൂരാണ്. ഏത് ഗസ്റ്റും വന്നിട്ട് ഏത് സമയത്തും കിച്ചണിൽ കയറാവുന്നതാണ്. ആ ഒരു രീതിയിൽ ഞങ്ങൾ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ള ഉച്ചരി സെക്ഷൻ ആയാലും കോൾഡ് റൂം ആയാലും A to Z കിച്ചൺ അത്ര ഹൈജീനിക്കലി നമ്മൾ ഇതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് തൃശ്ശൂർ ജനങ്ങളെല്ലാം സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9207 22 1111.
9207331111. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,565 രൂപ, പവന് 1,24,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗൾഫ് മേഖലയിൽ ആശങ്ക തുടരുന്നു, വിമാന സർവീസുകൾ ഭൂരിഭാഗവും മുടങ്ങി. തൃശൂർ ജില്ലയുടെ പുതിയ കളക്ടറായി ശിഖ സുരേന്ദ്രൻ ചുമതലയേറ്റു. കളക്ടർ അർജുൻ പാണ്ഡിനെ സ്ഥലം മാറ്റിയതിൽ രൂക്ഷ വിമർശനവുമായി സമൂഹ മാധ്യമങ്ങൾ. ടോൾ പിരിവ് വിഷയത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങാത്തതാണ് സ്ഥലം മാറ്റത്തിന് കാരണമെന്നും വിമർശനം. നെല്ല് സംഭരണം തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നെല്ല് സംഭരണത്തിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ മുടന്തൻ ന്യായങ്ങളാണെന്ന് കേരള കർഷക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ പനോളി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.